വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെയൊക്കെ പൾസ് റേറ്റിൽ ഒരുപാട് വ്യത്യാസം വരാറുണ്ട്. ഒരുപാട് ഭാഗത്തിലൂടെ നമുക്ക് പൾസ് റേറ്റ് കൃത്യമായിട്ട് കിട്ടുന്നുമുണ്ട്. കൈഞ്ഞരമ്പിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ കൈഞ്ഞരമ്പിൻ്റെ ഭാഗത്ത് പൾസ് റേറ്റ് കിട്ടുന്ന വീഡിയോ നോക്കിയിട്ട് പ്രഗ്നൻസി ടെസ്റ്റിന് മുൻപ് തന്നെ പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തും കൂടി പൾസ് റേറ്റ് നോക്കിയിട്ട് ഒരു കുട്ടിക്ക് പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഒരു കാർഡ് മേടിച്ചിട്ടും കൂടി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഇതുപോലുള്ള ഹാൻഡ് പൾസ് ചെക്ക് ചെയ്യുന്നതും അതുപോലെ കഴുത്തിലെ ഞരമ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതും ഒക്കെ വളരെ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചൈനീസ് മെഡിസിനിലൊക്കെയാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിന് നമുക്ക് 100% ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണ് അല്ലേ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഓൾമോസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ടിപ്പ് ഫോളോ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് ഗൈഡ് ലൈൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് പ്രഗ്നന്റ് ആണെങ്കിലും പ്രഗ്നന്റ് അല്ലെങ്കിലും പൾസ് റേറ്റ് ഒരു 60 to മാക്സിമം ഒരു 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ ഒരു പൾസ് റേറ്റ് ഒരു 50 to 20 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിട്ട് കൂടാറുണ്ട്. അതായത് 60 ആണെങ്കിൽ അതൊരു 75, അല്ലെങ്കിൽ 60 ആണെങ്കിൽ അതൊരു 80, ആ ഒരു റേഞ്ചിലോട്ടൊക്കെ നമുക്ക് എത്താറുണ്ട്. ഇങ്ങനെ എത്തുന്നതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിന് ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരാവയവം, നമ്മുടെ ഹൃദയം നല്ലതുപോലെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഭാഗമായിട്ട് പമ്പിങ് നല്ലതുപോലെ നടക്കും. കാരണം കുഞ്ഞിലോട്ട് ആ രക്തം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ അവിടെ ഗ്രോ ആകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു ഹാർട്ട് നല്ലതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ആ പൾസ് റേറ്റിൽ നമുക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നത് കേട്ടോ. ഒപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനോടൊപ്പം നമ്മുടെ ബ്ലഡിന്റെ പ്രൊഡക്ഷനും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി എപ്പോൾ മുതലാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് കണ്ടു തുടങ്ങുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്ന് വെരി നെക്സ്റ്റ് ഡേ തന്നെ ഈ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. കാരണം കുഞ്ഞിലോട്ടുള്ള നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സിലോട്ടുള്ള അല്ലെങ്കിൽ എംബ്രിയോയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആ മൊമെന്റ് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ നറിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ യൂട്രസ് അതിനനുസരിച്ച് തിക്കണായിട്ട് നിൽക്കുകയും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് പോവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ആ ഒരു റഫ് ഫിഗർ നമ്മൾ പറഞ്ഞാലും ഏകദേശം 9th 10th ഡേയിലായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത് കേട്ടോ. ആ സമയം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബീറ്റിലെ ചേഞ്ചസ് നല്ലതുപോലെ വിസിബിൾ ആകും. ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ സമയത്ത് ഇത് നല്ലതായിട്ട് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ദെൻ ആ ഒരു പ്രഗ്നൻസി ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു വ്യത്യാസം ഉണ്ടാകും. ലാസ്റ്റത്തെ ആ ഒരു ട്രൈമസ്റ്റർ വരെ നമുക്ക് ഈ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഏകദേശം നമ്മുടെ ഡെലിവറി എടുക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇതൊരു പീക്കിലോട്ട് നമുക്ക് എത്തും. കാരണം കുഞ്ഞിനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യത്യാസം കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കുറച്ച് പ്രിക്വേഷൻസ് എടുക്കണം. കാരണം നമ്മളിപ്പോൾ ടെൻഷൻ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കേൾക്കാനെന്ന് പറയുന്നത് ആ ഒരു മിടിപ്പ് നമ്മൾ അനുഭവിച്ചറിയുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് പോലെ തോന്നും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യുന്ന സമയത്ത് എന്താകും റിസൾട്ട് എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കൂടും. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ടിൽ വേരിയേഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം മൈൻഡ് കൂളാക്കി വെച്ചിട്ട് എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിച്ച് ഇത് എന്താവും എന്ന് വിചാരിക്കാണ്ട് മൈൻഡ് 100% കൂളായിട്ട് ഇരുന്നിട്ട് വേണം നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന് മുൻപായിട്ട് ഒരു പ്രീവിയസ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അതായത് ഒരുപാട് നേരം നമ്മളിപ്പോൾ ഒരു കിച്ചണിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇത് ആലോചിക്കുന്നത്. ഓടി വന്ന ബെഡ്റൂമിൽ വന്നിരുന്നിട്ട് നമ്മൾ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അതുപോലെ അപ്സ്റ്റെയറിൽ നിൽക്കുന്ന ആളുകൾ, അപ്സ്റ്റെയറിൽ റൂമുള്ള ആളുകൾ സ്റ്റെപ്പ് കയറി മേളിൽ വന്നിട്ട് അപ്പം തന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നല്ലതുപോലെ പാട്ട് കേൾക്കുക, മൈൻഡ് റിലാക്സ്ഡ് ആക്കിയിട്ട് 10%
മൈൻഡ് റിലാക്സ് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒപ്പം യാതൊരു തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും പാടില്ല. നമ്മളിപ്പോൾ ഒന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മേളിൽ കയറി നമ്മൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് നമ്മൾ എന്താ പറയുക ഒന്ന് ഇറങ്ങുന്നു, എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യാൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതൊന്നും ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റ് എത്രത്തോളം ഉണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിത് എന്തൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്സ്, നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ഫോൺ എടുത്തെടുത്ത് വെക്കുക. ഫോൺ എടുത്ത് വെച്ചിട്ട് ഒരു സ്റ്റോപ്പ് വാച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു മൊമെന്റിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴാണ് നമ്മൾ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ആ 2 സെക്കൻഡ് നിങ്ങൾ കുറയ്ക്കുക. അതായത് ഇപ്പോൾ 60 സെക്കൻഡ് നമ്മൾ വെക്കുമ്പോഴേക്കും അത് 62 സെക്കൻഡ് വരെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ ധൃതി പിടിച്ചിരിക്കേണ്ട. സ്റ്റോപ്പ് വാച്ച് വെക്കുക, ഒന്ന് റിലാക്സ് ആകുക. ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ റിലാക്സ് ആയിരുന്നതിന് ശേഷം നിങ്ങൾ കൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ കൂടുതൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഇനി ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കഴുത്തിന്റെ ആ ഒരു ഭാഗത്തായിട്ട്, കഴുത്തിന്റെ നേരെ കറക്റ്റ് ആ ഒരു നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു കുടലിന്റെ ആ ഒരു എന്താ പറയുക ഒരു കുഴലിന്റെ നമുക്ക് അറിയാലോ, ആ ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ ഇമേജ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് അനുസരിച്ചിട്ട് നിങ്ങളുടെ 3 വിരൽ തമ്പ് ഫിംഗർ എടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഏറ്റവും കുഞ്ഞു വലിയ വിരൽ, നമ്മുടെ തമ്പ് ഫിംഗർ തള്ള വിരൽ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. കാരണം തള്ള വിരലിന് ഓൾറെഡി പൾസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഡെക്സ്, മിഡില്, റിങ് ഈ 3 ഫിംഗർ നിങ്ങൾ എടുക്കുക. തള്ളവിരൽ മാറ്റി വെച്ചിട്ട് ബാക്കി 3 വലിയ വിരൽ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇമേജ് അനുസരിച്ചിട്ട് നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗത്ത് നിങ്ങൾ പ്ലേസ് ചെയ്ത് നോക്കുക. ഇത് ഈ ഒരു സ്റ്റോപ്പ് വാച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കൈ കറക്റ്റ് ആയിട്ടൊന്ന് വെച്ച് നോക്കുക, നിങ്ങൾക്ക് പൾസ് കിട്ടുന്നുണ്ടോന്ന്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പൾസ് കിട്ടും. ഒന്ന് പരീക്ഷ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളത് കൗണ്ട് ചെയ്യാനായിട്ട് ഇരിക്കുക കേട്ടോ. ദെൻ അതിന് ശേഷം 3 വിരലുകൾ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആ കഴുത്തിന്റെ ഭാഗത്തായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ അതിനുശേഷം ഇതിന് പറയുന്ന കരോറ്റഡ് പൾസ് എന്നാണ് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ പൾസ് വരുന്നത് നിങ്ങൾ ഓരോന്നായിട്ട് കൗണ്ട് ചെയ്യുക. 1 2 3 അങ്ങനെ നിങ്ങൾ പറഞ്ഞ് കൗണ്ട് ചെയ്യേണ്ട. മനസ്സിൽ നിങ്ങൾ ഓരോ തവണയായിട്ട് മനസ്സിൽ നിങ്ങളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഏകദേശം 60 സെക്കൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 60യിൽ നിന്നും എബോവ് ആയിട്ടൊരു 75 അല്ലെങ്കിൽ ഒരു 85, ആ ഒരു 70-80 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പ്രഷറിൽ വേരിയേഷൻസ് ഒരുപാട് കാണുന്നവർക്കും ഇത് കൃത്യമായിട്ട് കിട്ടില്ല കേട്ടോ. അങ്ങനെ അല്ലാത്ത നോർമലി നമ്മൾ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 10% കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ചെയ്തു തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഓവുലേഷൻ അടുക്കുന്ന ദിവസത്തിന് മുൻപായിട്ട് നിങ്ങൾ പൾസ് റേറ്റ് ഒന്ന് നോക്കുക. അടുപ്പിച്ചൊരു 3-4 ദിവസങ്ങളിൽ നിങ്ങൾ പൾസ് റേറ്റ് ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓവുലേഷന് മുൻപായിട്ട് ഏകദേശം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ആ പൾസ് റേറ്റ് ഏതിനകത്ത് നിൽക്കുമെന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഓരോ ദിവസവും, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു 6th ഡേ മുതൽ നിങ്ങൾ കറക്റ്റ് ആ 12 ഡേ വരെ പൾസ് റേറ്റ് ഏകദേശം ഒരേ സമയത്ത് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ മോണിറ്റർ ചെയ്ത് വെക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് ഏകദേശം ഒരേ സമയത്ത് തന്നെ നിങ്ങളൊന്ന് റേറ്റ് ഒരു പൾസ് റേറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിങ്ങൾക്ക് ഹൈക്ക് പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്കൊരു ഹൈക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ സൂചനയാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം 100നും 60ക്കും ഇടയിലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. നോർമൽ ആയിട്ടുള്ള സമയത്ത് 60 അങ്ങനെയുള്ള ഒരു റേഞ്ചിലായിരിക്കും ഇത് പോകുന്നത്. അതിനൊരു ഹൈക്ക് നിങ്ങൾക്ക് ഒരു 60ന്ന് ഒരു 70 ആകുന്നു, 75 ആകുന്നു, അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയതായിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 100% ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു രീതിക്കും കൂടി ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഹാൻഡ് പൾസ് വെച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി 96 കിട്ടി, പോസിറ്റീവ് ആയി, 95 കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായി കേട്ടോ. നമുക്ക് 100% ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാർഡ് മേടിച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മോഡേൺ മെഡിസിനിൽ, അതായത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് മെഡിസിൻ പ്രാക്ടീസസ് ഉണ്ടല്ലോ, അതിലൊന്നും ഈ ഒരു മെത്തേഡിനെ വാലിഡ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ചൈനീസ് മെഡിസിനും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ നെറ്റിൽ ഇതുപോലെ
ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ ഓരോ പേജൊക്കെ കണ്ടിട്ടാണ് ഇതനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനൊരു പേജ് നോക്കിയപ്പോഴേക്കും അത് മെഡിക്കലി റിവ്യൂഡ് ബൈ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് റെഫർ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തത് കേട്ടോ. അതിന്റെ സ്ക്രീൻഷോട്ട് പറ്റണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു റിലവന്റ് ആയതുകൊണ്ടാണ് ഞാനൊരു പേജിൽ കണ്ടിട്ട് ഇതൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. 100% നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. കാർഡ് മേടിച്ച് തന്നെ എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.